ക്രിസ്മസ് ഇന്ന് ക്രിസ്മസ് ഡേ ആണ് കേട്ടോ. അപ്പം നമ്മളിന്ന് ജയൻ്റെ സ്പെഷ്യൽ ക്രിസ്മസ് ഈവനിങ് ആയിട്ട് ജയൻ്റെ സ്പെഷ്യൽ കുറച്ച് അടിപൊളി ഡിഷുകളാണ്. അപ്പം ഞാൻ വിചാരിച്ചു ക്രിസ്മസ് എന്തായാലും നിങ്ങൾക്കത് കാണാൻ പറ്റില്ല, ന്യൂ ഇയർ ഒക്കെ ആകുമ്പോഴേക്കും എങ്ങനെ നമുക്കൊരു ന്യൂ ഇയർ പാർട്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കുറച്ച് ഐറ്റംസും കുറച്ച് സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന ജ്യൂസ് ആയാലും മോക്ടെയിൽസ് ആയാലും എന്തൊക്കെ സ്നാക്സും കാര്യങ്ങളും വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെനു ആണ് ഇന്ന് ഞങ്ങൾ. കാരണം ഇത് പെട്ടെന്ന് തട്ടിക്കൂട്ടിയ മെനു ആണ്. ന്യൂ ഇയർ ആകുമ്പോഴേക്കും നമ്മൾ കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്, ജയൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഡിഷുകളും കാര്യങ്ങളും. അപ്പോൾ എല്ലാവരും അത് കഴിഞ്ഞ് റെഡ് ഡ്രസ്സൊക്കെ ഇടാം. ഞാൻ ഓൾറെഡി നേരത്തെ തന്നെ റെഡ് ഡ്രസ്സൊക്കെ ഇട്ടു. ഇന്ന് എന്താണ് ജയ സ്പെഷ്യൽ? അതാണ് എന്താണെന്ന് അറിയില്ലേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ കുറേ ഒരു ലോഡ് പൊട്ടറ്റോ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. മാഷ്ഡ് പൊട്ടറ്റോ ഉണ്ട് അല്ലേ. പിന്നെ നമ്മൾ കുറേ ഗാർലിക്, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ജയൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ പിന്നെ മൊത്തത്തിൽ പ്ലേറ്റ് ചെയ്തിട്ട് നമ്മൾ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മുടെ ഒരു ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ ഒന്ന് പ്ലേറ്റിംഗ് ഒക്കെ ചെയ്യാന്നുള്ളതൊക്കെ. പിന്നെ എന്തായാലും ഉച്ചയ്ക്ക് നമ്മുടെ സ്പെഷ്യൽ നെയ്ച്ചോറും മട്ടൻ ബിരിയാണിയും. ഈവനിങ്ങിൽ നമ്മൾ മൊത്തത്തിൽ ഒരു ക്രിസ്മസ് വൈബ് ആക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സവാള നുറുക്കുന്നുണ്ട്. ഇത് മഷ്റൂമാണ്. ഇതൊക്കെ എന്തിനാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, എല്ലാതും നുറുക്കി വെക്കുന്നുണ്ട്. മൊത്തത്തിൽ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. പറഞ്ഞു കൊടുത്തിട്ട് എന്തായാലും നല്ല ടേസ്റ്റ് ആവും എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അപ്പൊ നിങ്ങളും ഉണ്ടാക്കിക്കോളൂ. അച്ഛൻ തന്നെ വരണ്ടായിരുന്നാണ് പറയണത്. അതെ, അച്ഛനാണ് ഇതിന്റെ അഭിപ്രായം പറയേണ്ടത്. അപ്പൊ എന്തായാലും ഒരു കോണ്ടിനെന്റൽ വിഭവമാണ്. സ്റ്റാർട്ടേഴ്സ് ഒന്നുമില്ല, ഞങ്ങൾ ജസ്റ്റ് മെയിൻ കോഴ്സാണ് ഇന്ന്. വളരെ സിമ്പിൾ. ഉച്ചയ്ക്ക് മട്ടനൊക്കെ കഴിച്ചു കാരണം ഭയങ്കര ഹെവി ആയിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് രാത്രി വെറും വളരെ സിമ്പിളായിട്ടുള്ളൊരു മെയിൻ കോഴ്സ്. അതിന് ചിക്കൻ തൈസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ചിക്കൻ തൈസ് ഒരു 2 കിലോ ഉണ്ട് അല്ലേ, 1.5 കിലോ ചിക്കൻ തൈസ് ബോൺലെസ്. അത് നന്നായി കഴുകി വൃത്തിയാക്കി വെക്കുക. അതാണ് അതിൻ്റെ മെയിൻ സാധനം. പിന്നെ എന്തൊക്കെ സാധനങ്ങളാണ് ഇതാ, ഈ സാധനങ്ങൾ മുഴുവൻ ഉണ്ട്. ഇത് മോക്ടെയിലൊക്കെ ഉണ്ടാക്കാനുള്ളതാണ്. അപ്പം മോക്ടെയിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതും കൂടെ, ആ റെസിപ്പിയും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നമുക്ക് ന്യൂ ഇയറിന് നിങ്ങൾക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ വെറുതെ വല്ല പിറന്നാളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. പിന്നെ കുറേ ഫ്രഷ് ക്രീം കാണാണ്ട്, പാല് കാണാണ്ട്, ബട്ടർ കാണാണ്ട്, ബ്രോക്കലി കാണാണ്ട്, പുതിന കാണാണ്ട്, മല്ലിച്ചെപ്പ് കാണാണ്ട്. ഇത്രയും സാധനങ്ങളാണ്. എല്ലാം നമ്മുടെ വീട്ടിലുള്ളതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതൊന്നും ഇതിക്കുള്ളതല്ലാതെ അതൊക്കെ അറിയാതെ മേടിച്ച സംഭവങ്ങളാണ്. അതെനിക്കറിയില്ല. ഇവിടെ എന്തൊക്കെ വാങ്ങി കാണാണ്ട്. ഇതൊന്നും ആവശ്യമില്ല. ചിലപ്പോ വെറും പൊട്ടറ്റോ ഇത് മാത്രമാവും ആവശ്യം. ജയം പറഞ്ഞേ ഇതൊക്കെ എനിക്ക് ഉണ്ടാക്കാനുള്ളതാണോന്ന്. ഇവിടെ ചൂടുണ്ട്. ഇവിടെ ഡിസംബർ ആയിട്ട് കാര്യമൊന്നുമില്ല, അങ്ങനെ ഒരു തണുപ്പൊന്നുമില്ല. ബാംഗ്ലൂർ 10 ഡിഗ്രി എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാവും, വേർത്ത് പണിയെടുക്കണം. ഉപ്പിന് ചെലവ് കുറവാണ്. എങ്ങനെ കഴിക്കും? ഫാനിട്ടേനാ വേണമെങ്കിൽ, പക്ഷെ ഇത് ഓണാക്കാൻ പറ്റില്ല എന്ന് മാത്രം. യെസ്, നമുക്ക് കുറച്ച് നേരം പോയി റെസ്റ്റ് എടുക്കാം. ബാക്കി ചേങ്ങ ആവുമ്പോൾ വിളിക്കും. അപ്പൊ നമ്മുടെ പൊട്ടറ്റോ ഇവിടെ ഇതിപ്പോ എത്ര കിലോ? 2 കിലോ പൊട്ടറ്റോ ഉണ്ടോ? 2 കിലോ പൊട്ടറ്റോ ആണ് ഞങ്ങൾ ഇവിടെ ഒരു 9 പേർക്ക് എടുത്തിട്ടുള്ളത്. എന്തൊരു പുച്ഛം. മാഷ്ഡ് പൊട്ടറ്റോ അത് നമ്മൾ ബോയിൽ ചെയ്തു. ചൂടാറാൻ നമ്മൾ കുറച്ച് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് അതിൻ്റെ തൊലി കളയണമല്ലോ. എന്നിട്ട് തൊലി കളഞ്ഞിട്ടാണ് പിന്നെ മാഷ്ഡ് പൊട്ടറ്റോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കനിലേക്ക് കുറച്ച് ഒലീവ് ഓയിലാണ് ഒഴിക്കുന്നത്. ചിക്കൻ മാരിനേഷൻ അധികമില്ല അല്ലേ. ഉപ്പ്, കുരുമുളക് പൊടി. ഇത് ജസ്റ്റ് നമുക്ക് ഒന്നെങ്കിൽ എയർ ഫ്രയർ അല്ലെങ്കിൽ ഓവനിൽ ചെയ്യാം, അല്ലെങ്കിൽ പാന്. ബാക്കി ഇത് സോസിൽ കടന്നിട്ട് ഉണ്ടാക്കി ആ സോസിൻ്റെ ടേസ്റ്റാണ് വരേണ്ടതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് മാരിനേഷൻ സിമ്പിളാണ് കേട്ടോ. അപ്പം നമ്മൾ പൊട്ടറ്റോ മാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഈ വേവിച്ച് വെച്ച പൊട്ടറ്റോ ഒക്കെ മാഷ് ചെയ്തെടുക്കുക. പക്ഷെ ജയൻ അതൊരു അരിപ്പ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല സ്മൂത്തായി കിട്ടുമെന്നാണ് പറയണത്. കണ്ടോ, അതുപോലെ സ്മൂത്ത് ആവണം. അപ്പോഴൊക്കെ നമ്മൾ ആ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ടേസ്റ്റ്. അതുപോലെ അരിപ്പയിൽ നന്നായി മാഷ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ അടിയിലേക്ക് ഇങ്ങനെ പോവും. എന്താ വെച്ചാ പാത്രം കഴുകണ പണിയാ. അച്ഛൻ്റെ സ്പെഷ്യലൊന്നുമില്ലേ? സിമ്പിളല്ലേ. ക്ലീനിങ് ആണ് അച്ഛൻ്റെ പരിപാടി. അല്ലെങ്കിൽ മാഷ് ചെയ്യുമ്പോൾ അങ്ങനെ വരില്ല, സ്മൂത്ത് ആവും.
ഇവിടെ എന്താ പരിപാടി? ഇത് ക്രിസ്മസിന്റെ ഒരു തീം ഉണ്ടാക്കുക അല്ലേ? നമ്മളെന്തായാലും ഫുഡ് മാത്രമല്ല നമ്മൾ പ്ലേറ്റിങ്ങും കൂടെ ചെയ്യുന്നുണ്ട്. പ്ലേറ്റിങ്ങിന് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ക്രിസ്മസ് തീമിലുള്ള പ്ലേറ്റിങ്ങിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. രംശേട്ടന് സ്നോമാൻ ഉണ്ടാക്കി വാട്ടർമെലനായിട്ട്. ഇനി എന്താണ് ക്രിസ്മസ് ട്രീയോ? അങ്ങനെ ഒരു കാൻഡി പോലെ അങ്ങനെ കഴിക്കാൻ. ഓക്കെ, പെട്ടെന്നാവില്ലേ ഇതാവുമ്പോഴേക്കും? ഫുഡുകളാവുമ്പോഴേക്കും പ്ലേറ്റ് ചെയ്യണേ. ഇനി നമ്മളിതേ ഒന്ന് ഫ്രൈ ചെയ്യും. ഫ്രൈ അല്ല, ജസ്റ്റ് ഒരു പാൻ ഫ്രൈ, ഷാലോ ഫ്രൈ ചെയ്യാണ് കേട്ടോ ചിക്കൻ. അത് ബട്ടറിലാണ് ചെയ്യുന്നത്. ജസ്റ്റ് കുരുമുളക് ഉപ്പും മാത്രം. ചിക്കൻ ഒക്കെ ഫ്രൈ ആയി വെച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ ബട്ടർ വേറെ ആഡ് ചെയ്യുക. സോസ് ഉണ്ടാക്കാനല്ലേ ഇത്? മഷ്റൂം സോസ്. ഈ സോസിൽ കടന്നിട്ടാണോ ചിക്കൻ വേവേണ്ടത്? അല്ല, ഐ മീൻ ചിക്കൻ സോട്ട് ചെയ്യണ്ടേ? എന്താ സവോളയും വെളുത്തുള്ളിയാ? ബട്ടറിൽ നന്നായി സവോള വെളുത്തുള്ളി നന്നായി വഴച്ച. ഉള്ളിയും വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് വഴറ്റിയതിന് ശേഷം ബട്ടറിൽ മഷ്റൂം ഇടുക. നല്ലോണം വഴറ്റുണ്ടല്ലേ? മഷ്റൂം നന്നായി സോട്ട് ചെയ്യുക. ഇത് കുക്ക് ചെയ്യണോ? 3 മിനിറ്റ്. അപ്പം മഷ്റൂം ഒന്ന് ആയിക്കഴിഞ്ഞാൽ ഫ്രഷ് ക്രീം അല്ലേ? ഒരു പാക്കറ്റ്. അളവൊക്കെ കൈയളവാണ് ഇവിടെ. ഉച്ചയൊക്കെ നോക്കി പഠിച്ചില്ലേ? ഇതിലേക്ക് കുറച്ച് നമ്മൾ ഒറിഗാനോ അല്ലെങ്കിൽ ഇറ്റാലിയൻ സീസണിങ് ഒക്കെ ഇടുക. അല്ലെങ്കിൽ എന്താ ഇടുക? റോസ്മേരി ഒക്കെ ഉണ്ടെങ്കിൽ ഇടാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഒരു അടിപൊളി ക്രീമി സോസ് ഉണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ബട്ടറിൽ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ, ഫ്രൈ അല്ല ഇനി നന്നായി മിക്സ് ചെയ്യാം അല്ലേ? ഇത് തിളപ്പിക്കണോ? ഇനി വേണ്ടല്ലോ, മിക്സ് ചെയ്തിട്ട് ഓഫ് ചെയ്യാം അല്ലേ? ചീസ് ഇടും ഇതില്? ലാസ്റ്റ് സെർവ് ചെയ്യുന്ന സമയത്ത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇടാം. കുറച്ച് സ്പൈസി ആയിട്ട് തോന്നുകയും ചെയ്യും. ഇനി നമ്മൾ ഫൈനൽ ഇതിലേക്കാണ് ലാസ്റ്റ് മൊസറല്ല ചീസ് അല്ലേ? ലെമൺ ജ്യൂസ് ലാസ്റ്റ് ആഡ് ചെയ്യണം. ഓ, ലെമൺ ജ്യൂസും കുറച്ച് മറ്റേ പാഴ്സ്ലേ ലീവ്സ്, അതില്ലെങ്കിൽ മല്ലിയില അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ചീസാണ്. ഇതിട്ടിട്ട് മൂടി വയ്ക്കാം. ഇതിരുന്ന് തിക്കായിക്കോളൂല്ലേ? ലാസ്റ്റ് കുറച്ച് ലീവ്സ് ആൻഡ് ലെമൺ ഒന്ന് സ്ക്വീസ് ചെയ്യാം. അപ്പം നമ്മുടെ മാഷ്ഡ് പൊട്ടറ്റോ, നമ്മളിങ്ങനെ മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോയിലേക്ക് നമ്മൾ ബട്ടർ ഇട്ടു. ഇത് ചൂടാക്കണം അല്ലേ? ഉപ്പ് ഇടണ്ട. അതെ. ഇതിലേക്ക് പാല് അല്ലേ? ബട്ടർ, പാല്, പൊട്ടറ്റോ മാഷ് ചെയ്തതിലേക്ക് കുറച്ച് മതി അല്ലേ? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ചിലർക്ക് ഭയങ്കര ലിക്വിഡ് പോലെ. ആവശ്യത്തിന് ഉപ്പ്, ഉപ്പ് നോക്കിയിടാം. കുറച്ച് ഉപ്പും കൂടെ ഇടുക അതിലേക്ക്. ഇതിപ്പോൾ നല്ല ബട്ടറും പാലും കൂടെ ചേർന്ന് നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. പേരിന് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇടാം. വാങ്ങിയ സ്ഥിതിക്ക് ഇത്തിരി ചീസും കൂടെ ഞങ്ങൾ ഇടുന്നുണ്ട് അതിൽ. അത് ശരിയാ, ഇനി യൂസ് ചെയ്യുന്നില്ല നമ്മൾ. മോസറല്ല ചീസ് അങ്ങോട്ട് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. ഇപ്പം നമ്മുടെ മെയിൻ കോഴ്സുകളൊക്കെ കഴിഞ്ഞു. മാഷ് പൊട്ടാറ്റോയും അതുപോലെ തന്നെ ചിക്കൻ സ്പെഷ്യൽ. ഇനി നമ്മൾ കുറച്ച് മോക്ടെയിൽസും അതേപോലെ തന്നെ ഐറിഷ് കോഫിയാണ് ഉണ്ടാക്കുന്നത്.
അപ്പോൾ എന്തായാലും അതും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. പ്ലസ് നമ്മുടെ മോക്ടെയിലിൻ്റെ റെസിപ്പി ഞാൻ എന്തെങ്കിലും കാണിച്ചു തരാം. ഇതേ ഇവിടെ ഐറിഷ് കോഫി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു മോക്ടെയിലും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡെസേർട്ടും കുറച്ച് ഡെക്കറേറ്റീവ് സാധനങ്ങളും ഒക്കെ വെച്ച് നമുക്ക് ഇന്നത്തെ ക്രിസ്മസ് നൈറ്റ് അടിച്ച് പൊളിക്കാം. അടുത്തത് മോക്ടെയിൽ അല്ലേ? മോക്ടെയിൽ നമ്മൾ ഏതൊക്കെ എടുക്കണത്? ആപ്പിൾ ആൻഡ് ക്രാൻബെറി. ഇതിൽ എന്തൊക്കെ ഇട്ടിക്കണേ? ലെമണും പുതിനയും പിന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാവും ഇല്ല? കാരണം ജ്യൂസ് അല്ലേ അല്ലേ? ക്രാൻബെറി അതുപോലെ തന്നെ ആപ്പിളും. മോക്ടെയിൽ ഇത് സാധാ ജ്യൂസ് ഉണ്ടാക്കണേക്കാളും ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. കുറച്ച് സോഡയും കൂടെ ഒഴിച്ച്. സോ നമ്മുടെ മോക്ടെയിൽസ് റെഡിയായി, ഐറിഷ് കോഫി റെഡിയായി. ചെറിയൊരു ടേബിൾ അറേഞ്ച്മെൻറ്റ്സും കൂടെ ഉണ്ട് കേട്ടോ, അതും കൂടെ കാണിച്ചു. നമുക്ക് ഒരു ചെറിയ ക്രിസ്മസ് തീം. ആദ്യം നമുക്ക് ടേബിൾ ഒന്ന് റണ്ണറൊക്കെ വെച്ച്, റണ്ണർ വേണമെന്നൊന്നുമില്ല എന്നാലും ചെറുതായിട്ടൊന്ന് വയ്ക്കാം. നമുക്കിതിലെ സാധനങ്ങളൊക്കെ വെക്കാം കേട്ടോ, അറേഞ്ച് ചെയ്യാം ഓരോന്നോരോന്നായിട്ട്. ക്രിസ്മസ് അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ ചെറിയൊരു സെറ്റപ്പ് ചെയ്യണം ഇവിടെ. ഭക്ഷണം കഴിക്കാം. ദേ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. സംഭവം അടിപൊളി. സോ നമ്മുടെ ക്രിസ്മസ് ടേബിൾ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കലും നല്ലോണം ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെയാണ്. വളരെ പെട്ടെന്ന് തട്ടി, അതായത് നമ്മളൊരു ഉച്ചയ്ക്കാണ് തീരുമാനിച്ചത് ഇങ്ങനെ ക്രിസ്മസ് ഡിന്നറും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ചെറിയ ലൈറ്റായിട്ടുള്ള ഫുഡുകളാണ്, എന്നാൽ ഭയങ്കര അത്യാവശ്യം വയറ് നിറയുന്ന അങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി. ഒരുപാട് മസാല ഐറ്റംസും കാര്യങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കിയില്ല, കാരണം നമ്മൾ ഉച്ചയ്ക്ക് അങ്ങനെ ഹെവി ആയിട്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ജയൻ്റെ രീതിയിലുള്ള ഡിഷുകളാണ് കേട്ടോ. മാഷ് പൊട്ടറ്റോ ആയാലും എല്ലാതും ഓരോരുത്തർക്ക് അവരവരെ രീതിയിൽ മാറ്റി മറിക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് അങ്ങനത്തെ രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ എന്തായാലും ടേസ്റ്റ് വൈസ് സൂപ്പറാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ന്യൂ ഇയറൊക്കെ ആകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ അതേ വാട്ടർമെലൺ ഡ്രംഷേറിൻ്റെ രീതിയിൽ ഇത് ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബ്രൗണി വിത്ത് ഐസ്ക്രീം. ബ്രൗണി നമ്മുടെ ആതിരയുടെ വകയാണ്, ഞാൻ ആതിരേനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. മാജിക് ബേക്സ് ബൈ ആതിര, അടിപൊളിയായിട്ടാണ്.
ഈ ബ്രൗണി ഓർഡർ ചെയ്യാനുള്ള കാരണം തന്നെ ഇതേ സിസ്ലേഴ്സ് ബ്രൗണി നമ്മുടെ കയ്യിൽ ഓൾറെഡി സിസ്ലിംഗ് പ്ലേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഭയങ്കര ടേസ്റ്റല്ലേ, ഒരു അതിലൂടെ ഇങ്ങനെ സെപ്പറേറ്റ് ഒരു ചോക്ലേറ്റിൻ്റെ ഒരു സിറപ്പും കൂടെ ഗനാഷും കൂടെ ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ശരിക്കും ഈ സിസ്ലേഴ്സ് ബ്രൗണി പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഭയങ്കര റേറ്റ് ആവും. 450 റുപ്പീസൊക്കെയാണ് നമ്മൾ ഒരു ബ്രൗണിക്ക് തന്നെ അവർ വാങ്ങിക്കുക. പക്ഷേ ഈ ഒരു സാധനം നമ്മൾ ഈ സിസ്ലേഴ്സ് ബ്രൗണിയുടെ ഈ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് ഞാൻ ഉണ്ടെങ്കിൽ എന്തായാലും ടാഗ് ചെയ്യാം. ഇത് വാങ്ങിക്കുകയാണ് നല്ലത്, ലാഭം കേട്ടോ. കാരണം ഇതൊരു 1000 രൂപയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും ബ്രൗണി ഇതിൽ സിസ്ലേഴ്സ് ബ്രൗണി പോലെ നമുക്ക് ചെയ്യാം. അതിനൊരു പ്രത്യേക ടേസ്റ്റ്. നന്നായി ചൂടാക്കണേ, ഒരു 5 മിനിറ്റ് അത് ചൂടാക്കിയാലാണ് ഈ ഒരു ശബ്ദം വരുള്ളൂ, പുറു പറഞ്ഞിട്ട്. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ രാത്രി എന്താ പണി, ഒന്നുമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചുമ്മാ ഡാൻസൊക്കെ കളിക്കാം. അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, പക്ഷെ അത് നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ള കാരണം വെക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ച് നന്നായി എൻജോയ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ന്യൂ ഇയർ കഴിഞ്ഞു പോയി എന്നൊരു ഫീലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് നല്ല രസമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇതൊക്കെയല്ലേ നമ്മുടെ ഒരു നമ്മളൊരു വെക്കേഷൻ ഓരോ കൊല്ലം വരുമ്പോഴും ഇതൊക്കെയാണ് നമ്മുടെ മെമ്മറീസ് ആൻഡ് ഓർമ്മകൾ. പക്ഷേ ഈ ഒരു ക്രിസ്മസ് തീം ആൻഡ് പ്ലേറ്റിംഗ് ആൻഡ് ഡെക്കോർ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഡെക്കോറൊക്കെ ചെയ്യാൻ. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായില്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ കേട്ടോ, നമ്മുടെ മൊത്തത്തിലുള്ള ഡിഷായാലും കാര്യങ്ങളൊക്കെ ആയാലും. അപ്പോൾ എന്തായാലും നല്ല രസമായിട്ട് ഞങ്ങൾ ഡാൻസും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെയും ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ടത് എല്ലാവരും എന്തിനാണെന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി. ഞാൻ മാത്രം ഡ്രസ്സ് മാറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഡംഷറാട്സും ഗെയിംസൊക്കെ കളിക്കായിരുന്നു. ഇവിടെ നിക്കി കൂട്ടനാണ് ഡംഷറാട്സ് കളിക്കാൻ തുടങ്ങി. ഒരു രക്ഷയിലെ എല്ലാം അവന് തന്നെ ചെയ്യണം, എല്ലാ സിനിമയുടെ പേരും അവന് തന്നെ പറയണം കേട്ടോ. അപ്പം നമ്മൾ അതിനനുസരിച്ച് നമ്മളിങ്ങനെ നിന്ന് കൊടുക്കണം. അങ്ങനെ അത് കളിച്ച് കുറേ നേരം, ഒരു 12 ഞങ്ങൾക്ക് ഇന്നത്തെ ഒരു ദിവസമാണ് വന്നതിന് ശേഷം ഇരിക്കാൻ കിട്ടിയത്. ബാക്കി എല്ലാ ദിവസവും നമ്മളിങ്ങനെ കറക്കുമായിരുന്നു. ഇനിയിപ്പോൾ നാളെ മുതൽ പിന്നെയും നമ്മൾ കറക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഓരോ സ്ഥലത്ത് പോവുക, എക്സ്പ്ലോർ ചെയ്യുക പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഫുൾ ഡേ നമ്മളിങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലെ ന്യൂ ഇയറും വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബൈ.